എല്ലാ കുട്ടികൾക്കും സുഖസാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടി അടിപൊളി ചാപ്റ്ററാണ് പ്രോബബിലിറ്റി. കുട്ടികൾ കൂടുതൽ പഠിക്കാത്ത ഒരു സമയം കൂടിയാണിത്. കാരണം അവർ പ്രാക്ടിക്കലിൻ്റെ തിരക്കിലാണ്. 4 പ്രാക്ടിക്കലോളം അവർക്ക് ചെയ്യാനുണ്ട്. ഇപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, അതിനോടൊപ്പം സ്കൂളിലും ഒക്കെ അല്ലെങ്കിൽ ട്യൂഷനിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കാൻ അവരെ കൊണ്ട് കഴിയാറില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങളുടെ കുറ്റമല്ല, ഈ ടൈമിൻ്റെ ഒരു കുഴപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എക്സാമിന് വരാതിരിക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സമയം കണ്ടെത്തി പഠിക്കണം. കാരണം നമുക്ക് എന്തായാലും ഇത് കമ്പൽസറിയാണ്. അപ്പോൾ പഠിച്ചേ പറ്റുള്ളൂ. അതിന് സമയം കണ്ടെത്തുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. കാരണം ഒരാളുടെ സൗകര്യമായിട്ടുള്ള സമയം അവരവരാണ് കണ്ടെത്തേണ്ടത്. വേറെ ആൾ ചുമ്മാ വന്ന് പറഞ്ഞു ഇന്ന സമയത്ത് നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അതിനുള്ള സൗകര്യം കിട്ടി കാണത്തില്ല. പക്ഷേ നിങ്ങൾ പഠിച്ചിരിക്കണം. അവരുടെ സമയം നിങ്ങൾ കണ്ടെത്തണം, പഠിച്ചിരിക്കണം. ഓക്കെ, നമ്മളിന്ന് പ്രോബബിലിറ്റീസിനുള്ളിൽ എന്തൊക്കെയാണ് പഠിക്കാനുണ്ടെന്നുള്ളതും അതിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കിനെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. ഈ എക്സാമിനേഷനെ നോക്കുമ്പോൾ ഈ നമ്മുടെ പ്രോബബിലിറ്റിയിൽ നിന്നും 3 ടോപ്പിക്കാണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. 3 ടോപ്പിക്കും ഒന്നിനൊന്ന് മെച്ചമാണ്. എന്നാലും ഇത്തിരി ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഒന്നാമത് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഓക്കെ, ഒന്നാമത്തെ ഇതാണ്. രണ്ടാമത്തെ ടോപ്പിക്ക് ആരാന്ന് ചോദിച്ചാൽ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്ക്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്ക് എന്താണ്? കണ്ടീഷണൽ പ്രോബബിലിറ്റി. സെക്കൻഡ് എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. മൂന്നാമത്തെ ഫേമസ് ആണ് ബേസ് തിയറം. ബേസ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ടോപ്പിക്. അങ്ങനെ 3 ടോപ്പിക്കാണ് നമുക്ക് പ്രോബബിലിറ്റീസിനുള്ളിൽ പഠിക്കാൻ. ഏകദേശം 7 മാർക്കാണ് വരുന്നത്. 4 മാർക്സിൻ്റെ സെക്ഷനിൽ നിന്നും 3 മാർക്സിൻ്റെ സെക്ഷനിൽ നിന്നും ഓരോ ചോദ്യം വീതം. ഇനി ഇതിനുള്ളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഇവനാണ് കേട്ടോ. ഇവൻ തന്നെയാണ് താരം. അവന് പഠിച്ചോണം. വേഡ് പ്രോബ്ലം മാത്രമേ അവിടെ ഉള്ളൂ. ഇതിനുള്ളിൽ 2 ടൈപ്പുണ്ട്. വേഡ് പ്രോബ്ലം ഉണ്ട്, ഡേറ്റ തന്നിട്ടുള്ള ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അതിൻ്റെ കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇല്ലയോ? ആ കണ്ടീഷൻ എന്താണെന്നുള്ളതെന്ന് അറിയാം. ആദ്യം പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തല കൊണ്ട് വർക്ക് ചെയ്യുന്ന കാര്യമാണ്. എഴുതുന്നത് കുറവാണ്, പക്ഷേ എഴുതുന്ന ഇത്തിരിയുള്ള കാര്യം ഒത്തിരി ചിന്തിച്ചെങ്കിലേ പറ്റുള്ളൂ. അതാണ് പ്രത്യേകത. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സാധാരണ ആൾക്കാർക്ക് ഇഷ്ടമല്ല ഇത് പ്രത്യേകിച്ച്. പിന്നെ അങ്ങ് നിവർത്തികേട് കൊണ്ട് പഠിച്ചു പോകുന്നതാണ്. നമ്മുടെ കണ്ടീഷണൽ പ്രോബബിലിറ്റിയിലെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 2 ഇവൻറ്റുകൾ ആരൊക്കെയാണെന്ന് കേട്ടോ? ഇ ആൻഡ് എഫ്. 2 സംഭവങ്ങളോ, വലിയ സംഭവങ്ങളോ കേട്ടോ. ഇ എഫും. ഇതിനകത്ത് ഒരു കാര്യം സംഭവിച്ചിട്ട് മറ്റൊരു കാര്യത്തിൻ്റെ പ്രോബബിലിറ്റി. ഓക്കെ, ഒന്നുകൂടെ കേട്ടോ. ഒരു കാര്യം സംഭവിക്കുന്നു, അത് കഴിഞ്ഞിട്ട് മറ്റൊരു കാര്യം സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി. അതാണ് കണ്ടീഷൻ. അപ്പോൾ 2 ഇവൻറ്റുകളിൽ ഒരു കാര്യം സംഭവിച്ചു എന്ന് അവർ പറയും. മറ്റൊരു കാര്യത്തിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ ഇ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എഫ് സംഭവിച്ചു. ഓക്കെ, therefore that can be denoted as P of E given F. ഓക്കെ, രണ്ട് ഈ ചരിച്ചൊരു സ്ലാഷ് പോലെ ഇട്ടേക്കുന്നത് given F എന്നാണ്. P of E given F. That means probability of E given that F has already occurred. F already സംഭവിച്ചടാ എന്നിട്ട് ഇയുടെ പ്രോബബിലിറ്റി, അതാണ് ഉദ്ദേശിക്കുന്നത്. That can be ഫോർമുല നോക്കിയാണ് P of E ഇൻ്റർസെക്ഷൻ F. ഇതാണ് നമ്മുടെ ഫോർമുല. P of E ഇൻ്റർസെക്ഷൻ F ഡിവൈഡഡ് ബൈ P of F. ഇതാണ് നമ്മുടെ ഫോർമുല P of E ഗിവൺ എഫിൻ്റെ. അപ്പോൾ നോക്കിക്കേ, P of E ഗിവൺ എഫിൻ്റെ വരുമ്പോൾ ഈ 2 പേരുടെ ഇൻ്റർസെക്ഷൻ മണ്ടയ്ക്ക്, ഇയാളുടെ പ്രോബബിലിറ്റി താഴെ, അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ P of F ഗിവൺ E, അപ്പോൾ എന്തായിരിക്കാം? F ഗിവൺ E എന്ന് പറയുമ്പോൾ ചെറിയൊരു വ്യത്യാസം, കുഞ്ഞവൻ. എന്താ കുഞ്ഞത്? ന്യൂമറേറ്റർ സെയിം ആണ്. P of E ഇൻ്റർസെക്ഷൻ F തന്നെയാണ് ബൈ P of E അവനെ. അപ്പോൾ മനസ്സിലായി, താഴെ എഴുതേണ്ട ആരാന്ന് മനസ്സിലായി അല്ലേ? ഗിവൺ കഴിഞ്ഞ് വരുന്ന ലെറ്റർ ആരാണോ അയാളുടെ പ്രോബബിലിറ്റി താഴെ. ദാറ്റ്സ് ഓൾ. ക്ലിയർ ആണല്ലോ? ഇതാണ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രോബ്ലംസുകൾ എന്ന് പറഞ്ഞാൽ ഡേറ്റയെ ബേസ് ചെയ്തുള്ളതാണ്. കുറച്ച് ചെറിയ ഡേറ്റാസുകളെ ബേസ് ചെയ്തുള്ളതാണ്. ഒന്നാമത്തെ ഒരു ചെറിയ പ്രോബ്ലം നോക്കാം. P of E. അപ്പം നിങ്ങൾക്കൊരു കാര്യമുണ്ട്, ഇയും എഫിലും പഠിച്ചതുകൊണ്ട് എക്സാമിന് ഇ എഫ് ആകണമെന്നില്ല. അവർ എ ഗിവൺ ബി എന്നായിരിക്കും പറയുന്നത്.
എ ഗിവൺ ബി ആകുമ്പോൾ അങ്ങ് അറിയാതെ പോവോ, മറന്നു പോവോ? ഇല്ലല്ലോ. ഈ എഫിനെയും പഠിച്ചാൽ പിന്നെ എയും ബി ആക്കിയാൽ വലിയ പാടൊന്നുമില്ലല്ലോ. എ ഗിവൺ ബി ആകുമ്പോൾ ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി, ഇവിടെ പി ഓഫ് ബി. ഓക്കെ, ഇവിടെ ആകുമ്പോൾ ബി ഗിവൺ എ ആകുമ്പോൾ താഴെ പി ഓഫ് എ. അപ്പോൾ ഗിവൺ കഴിഞ്ഞ് വരുന്ന ആരാണോ അയാളെ താഴെ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയൊരു പ്രോബ്ലം ശ്രദ്ധിക്കാം. പി ഓഫ് ഇ 0.4, പി ഓഫ് എഫ് 0.5, 0.5. ഓക്കെ, ആൻഡ് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഈക്വൽ ടു 0.2. മതി, എല്ലാം മതി. ചോദിക്കുന്നതിനെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. therefore പി ഓഫ് ഇ ഗിവൺ എഫ് എത്രയാണ്, പി ഓഫ് എഫ് ഗിവൺ ഇ എത്രയാണ്? ഇതാണ് നമ്മുടെ ചോദ്യം മക്കളെ. പി ഓഫ് ഇ ഗിവൺ എഫിനെയും ചോദിക്കും, പി ഓഫ് എഫ് ഗിവൺ ഇയെയും ചോദിക്കും. ഇനി ചിലപ്പോൾ ഇതിൻ്റെ കൂടെ അവർക്കൊരു ചുമ്മാ ചോദിക്കാം, പി ഓഫ് ഇ യൂണിയൻ എഫ് കൂടെ ചോദിക്കാം. ചിലപ്പോൾ ചോദിക്കാം. ഇങ്ങനെ ഇതാണ് ഡേറ്റാസ് തരുന്ന പ്രോബ്ലം. ഡേറ്റാസ് തരിക എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളെയൊക്കെ തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട രീതി നോക്കണം. എല്ലാം ഒന്ന് ചെയ്യാൻ പോകണം, ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം നമുക്ക് വേണ്ടത് പി ഓഫ് ഇ ഗിവൺ എഫ്. പി ഓഫ് ഇ ഗിവൺ എഫിൻ്റെ ഫോർമുല നമ്മളിപ്പോൾ പഠിച്ചു. പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഡിവൈഡ് ബൈ പി ഓഫ് എഫ്. പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ ഈസ് ഗിവൺ ടു ബി 0.2 ബൈ പി ഓഫ് എഫ് അല്ലേ വേണ്ടത്. പി ഓഫ് എഫ് എത്ര? 0.5. താഴെ മണ്ടയ്ക്ക് ഒരു 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ആൻസർ ഈസ് ആരാണ്? 2/5. തീർന്നു. ദാറ്റ്സ് ഓൾ. ഓക്കെ, അടുത്തത് പി ഓഫ് എഫ് ഗിവൺ ഇ ആണ്. ഫോർമുല ഈസ് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പി ഓഫ് ഇ. പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് എത്രയാണതും? 0.2 ഡിവൈഡ് ബൈ പി ഓഫ് ഇ 0.4. ക്ലിയർ ആണല്ലോ. ഇവിടെയും താഴെ മണ്ടയ്ക്കും 10 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 2/4 എന്നാകുമ്പോൾ 1/2 എന്നായിക്കോളും. കഴിഞ്ഞു. 1/2 വേണേൽ 0.5 എന്ന് എഴുതാം, ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ആൻഡ് പി ഓഫ് ഇ യൂണിയൻ എഫ്. ഹൗ ടു ഫൈൻഡ് പി ഓഫ് എ യൂണിയൻ എഫ്? പി ഓഫ് എ യൂണിയൻ ബി നമ്മൾ +1 പഠിച്ചില്ലേ, അത് തന്നെ, വേറെ മാറ്റമൊന്നുമില്ല. എന്തായിരുന്നു നോക്കിക്കേ, പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് പ്ലസ് മൈനസ് ആണ് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ്. ഇതാണേ പി ഓഫ് ഇ യൂണിയൻ എഫ് എന്ന് പറയുമ്പോൾ പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് മൈനസ് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ്. വാട്ട് ഈസ് പി ഓഫ് ഇ? 0.4. ഓക്കെ ആണല്ലോ. പ്ലസ് പി ഓഫ് എഫ് 0.5 മൈനസ് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് 0.2. 0.4ഉം 0.5 ചേർന്ന 0.9 ആവും, മൈനസ് 0.2 ആവും, ആൻസർ 0.7 ആവും. പ്രോബ്ലം തീർന്നു, മാർക്കും കിട്ടി, ഓക്കെ ആയി. ക്ലിയർ ആണല്ലോ. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്ന രീതികൾ. അപ്പോൾ ഇങ്ങനെ വേണം ഈ പ്രോബ്ലങ്ങളൊക്കെ ചെയ്യാൻ. ഓക്കെ ആണല്ലോ. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അടിപൊളി പ്രോബ്ലമാണ്, ശ്രദ്ധിച്ചിരിക്കണം. ഇത് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് കൊണ്ട് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടേണ്ട രീതിക്കുള്ള ക്ലാസ്സുകളും അതിൻ്റെ നോട്ട്സുകളും നമ്മൾ തരുന്ന ഒരു ക്വസ്റ്റ്യൻ പാക്കേജ് ഉണ്ട്. എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് തരും, അതങ്ങ് പഠിച്ചാൽ മതി. അതിൻ്റെ ആൻസറും തരും, പിന്നെ പേടിക്കണോ? ഓക്കെ, അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം. ബാക്കി സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോ. ഫൈൻഡ് പി ഓഫ് എ ഗിവൺ ബി പ്ലസ് പി ഓഫ് ബി ഗിവൺ എ. രണ്ടുകൂടെ പ്ലസ് ചെയ്യണം. ഇഫ് പി ഓഫ് എ ഉണ്ട്, പി ഓഫ് ബി ഉണ്ട്, പി ഓഫ് എ യൂണിയൻ ബി ഉണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്, യൂണിയൻ ഉണ്ട്. നമുക്ക് വേണ്ടത് എ ഗിവൺ ബി പ്ലസ് ബി ഗിവൺ എ. അപ്പോൾ എന്താണ് ഈ പി ഓഫ് എ ഗിവൺ ബി പ്ലസ് ബി ഓഫ് ബി ഗിവൺ എന്ന് പറയുന്നത്? ഇതാണ് പി ഓഫ് എ ഗിവൺ ബി പ്ലസ് പി ഓഫ് ബി ഗിവൺ എ. പി ഓഫ് എ ഗിവൺ ബിയുടെ ഫോർമുല വരുമ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി പ്ലസ് ഇവിടെയും അത് തന്നെയാണ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് എ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ്റർസെക്ഷൻ വേണം ഇല്ലയോ? ഇവിടെ ഒന്നും ഇല്ല. അപ്പോൾ ഇൻ്റർസെക്ഷൻ ആദ്യം കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ തല വർക്ക് ചെയ്യേണ്ടത്. ഓ, ഇൻ്റർസെക്ഷൻ ഇല്ല, ഇപ്പോൾ കിട്ടും. ഓക്കെ, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. ഇതാണ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ്റെ ഫോർമുല. ഇത് നമ്മൾ +1 പഠിച്ചതാണേ. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ എത്രയാണ്? 3/10. പി ഓഫ് ബി 2/5 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി 3/5. ഇതിന് വേണ്ടി പ്രത്യേകത ഉണ്ട്. 10, 5, 5 അല്ലേ? വേണേൽ ഈ 2 5കളെയും 10കളാക്കിയാൽ ഒറ്റയടിക്ക് തീരും കേട്ടോ.
ഇല്ലെങ്കിൽ ഇവരെ തമ്മിൽ മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി ഇതുമായിട്ട് ചെയ്യാം. ഞാൻ രസത്തിന് ഞാൻ ഇതിനെ എല്ലാം ഒന്ന് 10 ആക്കുമ്പോൾ ഡിനോമിനേറ്റർ 10 ആക്കാൻ പോകണേ. ഈ 5 10 ആക്കുമ്പോൾ ഇരട്ടി എഴുതി, അപ്പോൾ 2ൻ്റെ ഇരട്ടി 4 ആയി. അതുപോലെ ഇതും 10 ആക്കി, ഞാൻ ഈ 5നെ 10 ആക്കി നമ്മൾ ഇത് 6 ആക്കി. അപ്പോൾ ഇപ്പോൾ എല്ലാത്തിനും ഡിനോമിനേറ്റർ എത്താൻ പോണേ 10. ഒറ്റയടിക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 കോമൺ ആയിട്ട് എഴുതുക. 3 + 4 - 6 7 - 6/10 1/10. ദാറ്റ്സ് ഓൾ, തീർന്നു. ഓക്കെ, 1/10. അപ്പോൾ അത് ഓക്കെ ആയി. 3 + 4 7 - 6 1/10. അപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഇനിയിപ്പോൾ അങ്ങോട്ട് കൊടുത്താൽ പോരായോ? P of A intersection B by P of B. What is P of A intersection B? 1/10 by what is P of B? Then ഇവിടെ ഉണ്ട് 2/5. ഓക്കെ, പ്ലസ് P of A intersection B, രണ്ടാമത്തേത് P of A intersection B again 1/10 divided by P of A 3/10. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനെ തിരിച്ചിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 1/10 × 5/2 എന്ന് വരും. തിരിച്ചിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ കേട്ടോ. പ്ലസ് ഇവിടെ 1/10 × 10/3 എന്ന് വരും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്താൽ എന്തെങ്കിലും 5/20 എന്ന് കിട്ടും. പ്ലസ് ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ 1/3 കിട്ടും കേട്ടോ. ഓക്കെ, ഇതിന് നമുക്ക് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം, ഇവിടെ ഒന്നും ഒരു ചെറിയ കുഴപ്പമൊന്നുമില്ലല്ലോ. P of A 3/10, P of A intersection B 1/10, എല്ലാം ഓക്കെ ആണ് അല്ലേ? ദാറ്റ് ഈസ് 15 ഉണ്ടല്ലോ. 3 × 5 15 പ്ലസ് 20 × 1 20 ഡിവൈഡഡ് ബൈ 20 × 3 60. ആൻസർ 35/60. നമുക്ക് 5 കൊണ്ട് വെട്ടാം. ദാറ്റ് ഈസ് 7/12. ഓക്കെ, 7/12 ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കണക്കിൻ്റെ ആൻസർ കിട്ടി. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ വേണം പഠിച്ചു പോകാൻ. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെയുള്ള എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ്. തീർന്നില്ല, ഇതിൻ്റെ പ്രോബ്ലംസുകൾ ഇനിയുണ്ട് കേട്ടോ. വേഡ് പ്രോബ്ലംസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഗുഡ് ബൈ.